ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. ഇന്നത്തെ OET റീഡിങ്ങിൻ്റെ സി പാർട്ടിലെ വീഡിയോയിൽ ഞാനിവിടെ ഒരു ക്വസ്റ്റൻ എടുത്തിട്ടുണ്ട്. ഇത് ഏത് ക്വസ്റ്റൻ ടൈപ്പ് ആണെന്നും എങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റനെ അപ്രോച്ച് ചെയ്യാമെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റൻ ഒന്ന് വായിച്ച് നോക്കാം. ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് ദ റൈറ്റർ യൂസസ് ദ കേസ് ഓഫ് ദ 16-year-old പേഷ്യൻറ്റ് ടു ഇല്യൂസ്ട്രേറ്റ് ദാറ്റ്. അതായത് ഫസ്റ്റ് പാരഗ്രാഫിൽ 16-year-old പേഷ്യൻറ്റിൻ്റെ കേസ് റൈറ്റർ യൂസ് ചെയ്തിരിക്കുന്നത് എന്ത് ഇല്യൂസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതൊരു പർപ്പസ് ക്വസ്റ്റൻ ആണ് കൊടുത്തിരിക്കുന്ന ഫോർമാറ്റ് അനുസരിച്ച്. ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ സഹിതം പറയുക എന്നുള്ളതാണ്. സോ എന്തിൻ്റെ എക്സാമ്പിളായിട്ടാണ് ഈ 16-year-old പേഷ്യൻറ്റിൻ്റെ കേസ് ഫസ്റ്റ് പാരഗ്രാഫിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോ ഈ പാരഗ്രാഫ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പാരഗ്രാഫാണ്. സോ ഇതിൽ എന്തൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ദ ഇൻസിഡൻറ്റ് ദാറ്റ് പെർഹാപ്സ് മോസ്റ്റ് ഫുള്ളി ഹൈലൈറ്റഡ് ദ പൊട്ടൻഷ്യൽ ഡേഞ്ചേഴ്സ് ഓഫ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഫോർ ഹോസ്പിറ്റൽ ഫിസിഷ്യൻ റോബർട്ട് വാച്ചർ കെയിം സെവറൽ ഇയേഴ്സ് എഗോ. സോ ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൻ്റെ പൊട്ടൻഷ്യൽ ഡേഞ്ചർ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് ഹൈലൈറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അതൊരു ഇൻട്രൊഡക്ടറി സെൻറ്റൻസ് പോലെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇറ്റ് സ്റ്റാർട്ടഡ് ഇയേഴ്സ് ഏർലിയർ വിത്ത് ദി ഇൻസ്റ്റലേഷൻ ഓഫ് EHR സിസ്റ്റം. EHR സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റമാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ ഡേഞ്ചേഴ്സും വന്നു തുടങ്ങി എന്നൊരു മീനിങ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിന് പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആയിട്ടുള്ള വശം ഉണ്ടെന്നാണ് ഈ സെൻറ്റൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഫ്ലാഷ് ഫോർവേഡ് ടു 2013 ആൻഡ് 16-year-old ബോയ്സ് അഡ്മിഷൻ ഫോർ എ റൂട്ടീൻ കൊളനോസ്കോപ്പി. അപ്പോൾ 16-year-old ബോയുടെ കാര്യം പറയാണ്. ഒരു റുട്ടീൻ കൊളനോസ്കോപ്പിക്ക് വേണ്ടി അഡ്മിറ്റ് ആയതാണ്. ഫോർ ഹിസ് നൈറ്റ്ലി മെഡിക്കേഷൻ ഹി വാസ് സപ്പോസ് ടു ടേക്ക് എ സിംഗിൾ ഡോസ് ഓഫ് ആൻറ്റിബയോട്ടിക്. സോ ഒരു സിംഗിൾ ഡോസ് ഓഫ് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട ക്ലയൻ്റ് ആയിരുന്നു. ബട്ട് ദിസ് ബോയ് വാസ് ഗിവൻ 38.5 ഡോസസ്. സോ ഡോസ് കൂടുതലായിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. 1 pill at a time. ഹൗ കുഡ് ദാറ്റ് പോസിബിളി ഹാപ്പൻ? എങ്ങനെയാണത് സംഭവിച്ചത്? ബിക്കോസ് അക്കോർഡിംഗ് ടു ദ EHR അനുസരിച്ച്, അതായത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അനുസരിച്ച്, ദാറ്റ് ഇസ് വാട്ട് ദ ഡോസ് ഷുഡ് ബി. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ കൊടുത്തിരുന്ന ഡോസ് റോങ് ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ എവറി ഫിസിഷ്യൻ, ഫാർമസിസ്റ്റ് ആൻഡ് നേഴ്സ് ഇൻവോൾവ് ഇൻ ദ ബോയ്സ് ട്രീറ്റ്മെൻറ്റ് ക്യാരിഡ് ഔട്ട് ദ ഓർഡർ ടു ദ ലെറ്റർ. സോ ഈ ബോയുടെ ട്രീറ്റ്മെൻറ്റിൽ ഇൻവോൾവ് ആയിരുന്ന നേഴ്സ്, ഫാർമസിസ്റ്റ്, ഫിസിഷ്യൻ എല്ലാവരും ഓർഡർ ടു ദ ലെറ്റർ ക്യാരി ഔട്ട് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടൻ പ്രൊസീജിയറിലൂടെ പോകേണ്ടി വന്നു, കാരണം ഈ റോങ് മെഡിക്കേഷൻസ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടെന്നാണ്. The error was discovered only when the teenager later complained of anxiety, mild confusion and tingling. So ഈ ടീനേജർ പിന്നീട് ഈ സിംറ്റംസ് ഉണ്ടെന്ന് കംപ്ലയിൻറ്റ് ചെയ്തപ്പോഴാണ് ഈ എറർ സംഭവിച്ചതായിട്ട് മനസ്സിലാക്കിയെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ പാരഗ്രാഫിൽ 16-year-old പേഷ്യൻറ്റിൻ്റെ കാര്യം എന്തിനു വേണ്ടി കൊടുത്തിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്തിനു വേണ്ടിയാണ് 16-year-old പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ തിങ്ക് ചെയ്യണം. അല്ലാതെ ഓപ്ഷൻസ് ഓരോന്ന് വായിച്ചിട്ട് പാരഗ്രാഫിൽ അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടില്ല. സോ പർപ്പസ് ക്വസ്റ്റ്യനിൽ നമ്മളൊന്ന് തിങ്ക് ചെയ്ത് കോംപ്രിഹെൻഡ് ചെയ്ത് ആലോചിച്ചാൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. സോ ഈ പാരഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 16-year-old ബോയ്ക്ക് റോങ് ആയിട്ടുള്ള മെഡിക്കേഷൻ കൊടുത്തതിൻ്റെ കാരണം ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അതിൽ കൊടുത്തിരിക്കുന്ന ഡോസ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, നൗ ഓപ്ഷൻ എ, to illustrate that digitally transforming healthcare will change the role of clinical diagnosis. So ഹെൽത്ത് കെയർ ഡിജിറ്റലി ട്രാൻസ്ഫോം ആകുന്നത് ക്ലിനിക്കൽ ഡയഗ്നോസിസിൻ്റെ റോളിൽ ചേഞ്ച് വരുത്തുന്നതാണ്. സോ ഡയഗ്നോസിസിനെ കുറിച്ചല്ല പറയുന്നത് ഇവിടെ. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ വന്ന റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ട്രീറ്റ്മെൻറ്റിൽ വന്ന പ്രോബ്ലമാണ്. സോ ഓപ്ഷൻ എ അത് കറക്റ്റായിട്ട് വരില്ല. ഓക്കെ, നൗ to illustrate that poor communication can negatively affect treatment outcome. So കമ്മ്യൂണിക്കേഷൻ പുവർ ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റിനെ അത് ബാധിക്കാം. സോ ഇവിടെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടൊന്നും പറയുന്നില്ല. പേഷ്യൻറ്റിനോട് കമ്മ്യൂണിക്കേഷൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ സ്റ്റാഫുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് വന്നൊരു മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞാൽ മാത്രമേ അത് കറക്റ്റായിട്ട് വരുള്ളൂ. ഓക്കെ, സോ അതും റോങ് ആണ്. മെഡിക്കൽ എറേഴ്സ് ക്യാൻ അക്കർ ഡെസ്പൈറ്റ് ബെസ്റ്റ് പ്രാക്ടീസ് ബീങ് ഫോളോഡ്. സോ ബെസ്റ്റ് പ്രാക്ടീസ് ഫോളോ ചെയ്തിട്ടും മെഡിക്കൽ എറർ ഉണ്ടായി എന്ന് പറയണം. അതുകൊണ്ടാണ് 16-year-old പേഷ്യൻ്റെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവണം. പക്ഷേ ബെസ്റ്റ് പ്രാക്ടീസ് ഫോളോ ചെയ്തെന്നൊന്നും അവിടെ പറയുന്നില്ല. ഓക്കെ, ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജി ഈസ് നോട്ട് വിത്തൗട്ട് ഇറ്റ്സ് ലിമിറ്റേഷൻസ്. നോട്ട് വിത്തൗട്ട് ഇറ്റ്സ് ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ്. ഓക്കെ, സോ നമുക്ക് ഈ പാരഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ അതിനുള്ള പ്രോബ്ലം കൊണ്ടാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് അല്ലേ. സോ ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് 16-year-old പേഷ്യൻ്റെ കേസ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒന്നുകൂടെ ഞാൻ പറയാം,
ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഡ്രോബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പാരഗ്രാഫിൽ. ആ ഡ്രോബാക്ക് കൊണ്ട് പ്രോബ്ലം വന്ന ഒരു പേഷ്യൻ്റാണ് 16-year-old പേഷ്യൻറ്റ്. അപ്പോൾ 16-year-old പേഷ്യൻ്റെ കേസ് എന്തിനാണ് പറഞ്ഞത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ലിമിറ്റേഷൻസ് ഇല്ലൂസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതവിടെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനാണ് പറ്റുന്നത്. അല്ലാതെ ഹെൽത്ത് ഇൻഫർമേഷൻ ടെക്നോളജി നോട്ട് വിത്തൗട്ട് ഇറ്റ്സ് ലിമിറ്റേഷൻ അതേപോലെ പാരഗ്രാഫിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, സോ പർപ്പസ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആ പാരഗ്രാഫിൽ നിന്ന് വായിക്കേണ്ടതെന്നും ഓപ്ഷനും ക്വസ്റ്റ്യനും എങ്ങനെ വായിക്കണം എന്നും എങ്ങനെ ആൻസർ കൊടുക്കുക എന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ എളുപ്പമാക്കി എടുക്കാനായിട്ട് പറ്റും. സോ പാരഗ്രാഫ് വായിച്ചിട്ട് ഒരു കാര്യം എന്തിനു വേണ്ടി അവിടെ പറഞ്ഞിരിക്കുന്നു നമ്മൾ തിങ്ക് ചെയ്യണം. എന്ത് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ ചോദ്യം. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ടൈപ്പിനനുസരിച്ച് പാരഗ്രാഫ്സ് അപ്രോച്ച് ചെയ്ത് നിങ്ങൾക്ക് OET പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.